കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് 15-കാരൻ മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തൃപ്പൂണിത്തുറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന മിഹിർ അഹമ്മദാണ് മരിച്ചത്. ഫ്ളാറ്റ് സമുച്ചയത്തിലെ 26-ാം നിലയിൽ നിന്നാണ് മിഹിർ വീണത്. മിഹിറിന്റെ അമ്മ എഴുതിയ കത്താണ് ഞെട്ടലായി മാറുന്നത്. കൊച്ചിയിലെ ജെംസ് മോഡേൺ അക്കാദമിയിലെ പഠനത്തിനിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ നേരിട്ട പീഡനമാണ് അമ്മയുടെ കത്തിലുള്ളത്. സ്കൂളിലെ പീഡനമാണ് കുട്ടിയുടെ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് അമ്മ പറയുന്നത്. ഞെട്ടിക്കുന്ന തെളിവുകൾ അവർ പോലീസിനും സ്കൂൾ അധികാരികൾക്കും കൈമാറി. ഇതിനൊപ്പമാണ് ഇനിയൊരു കുട്ടിക്കും തന്റെ മകന്റെ അവസ്ഥ വരരുതെന്ന് അപേക്ഷയുമായി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിന് അമ്മ കത്തയച്ചത്. ആ കത്ത് മറുനാടന് കിട്ടി. ആ കത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ മറുനാടൻ പുറത്തു വിടുന്നത്. പീഡനം അസഹനീയമായതോടെ മിഹിറിനെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റി. പക്ഷേ ജെംസ് അക്കാദമിയിലെ പീഡനമുണ്ടാക്കിയ ആഘാതം ആ കുട്ടിയെ വിട്ടുമാറിയില്ല. മിഹിർ അഹമ്മദിന് സ്കൂളിൽ നിന്നും സസ്പെൻഷൻ ഉണ്ടായെന്നും അതിനുശേഷമുള്ള പീഡനമാണ് മകനെ തളർത്തിയതെന്നാണ് ആ അമ്മ പറയുന്നത്. സ്കൂൾ വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പീഡനമുണ്ടായി എന്ന് അവർ പറയുന്നു. പോലീസിനും സ്കൂൾ അധികാരികൾക്കും തെളിവുകൾ കൈമാറി. ഇതിനൊപ്പമാണ് വേദന വിശദീകരിച്ച് സ്കൂളിലേക്ക് കത്തയക്കുന്നത്. ജനുവരി 15-നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. മകനെതിരെ സസ്പെൻഷൻ നടപടി വന്നപ്പോഴും അമ്മ സ്കൂളിന് കത്തെഴുതിയിരുന്നു. കുട്ടിയുടെ നന്മയെ കരുതിയാണ് നടപടിയെന്ന് സ്കൂൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് കുട്ടികളിൽ എതിർ മാനസികാവസ്ഥ ഉണ്ടാക്കുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഒക്ടോബറിലായിരുന്നു ഈ കത്ത് അയച്ചത്. പിന്നീട് സ്കൂളിൽ പീഡനം തുടർന്നു. അങ്ങനെയാണ് കുട്ടിയെ സ്കൂൾ മാറ്റിയത്. അപ്പോഴും ആ മുറിവുകൾ താങ്ങാനുള്ള കരുത്ത് മിഹിറിന് വന്നില്ലെന്നാണ് കത്തിൽ നിന്ന് പുറത്തുവരുന്ന സന്ദേശം. അമ്മ സ്കൂൾ വൈസ് പ്രിൻസിപ്പലിന് അയച്ച കത്ത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പേര് രചന PM. ഈ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന മിഹിർ അഹമ്മദിന്റെ അമ്മയാണ്. ഇക്കഴിഞ്ഞ ജനുവരി 15-ന് എൻ്റെ മകൻ നമ്മുടെ കെട്ടിടത്തിന്റെ 26-ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയിരുന്നു. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എൻ്റെ മകൻ ആ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ്. അവൻ മാനസികമായി ആകെ തളർന്നിരുന്നു. മെന്റൽ ഹെൽത്തും ഒട്ടും ഓക്കെ അല്ലായിരുന്നു. വളരെ ഭയാനകമായ രീതിയിൽ അവൻ്റെ ആരോഗ്യത്തെയും അത് ബാധിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഇനി ഒരിക്കലും മറ്റൊരു കുട്ടിക്ക് ഈ അവസ്ഥ വരാതെ ഇരിക്കാനാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ മകനോട് ആവശ്യമില്ലാതെ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മകൻ പ്രതികരിച്ചു. ആ കുറ്റത്തിന് 7 ദിവസം അവനെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം എൻ്റെ മകൻ അവിടെ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു. അവനെ അപമാനിക്കുകയും ഏതൊക്കെ രീതിയിൽ തളർത്താൻ പറ്റുമോ അത്രയും അപമാനിച്ചു. സസ്പെൻഷൻ എത്തിയതിനു ശേഷവും മനസ്സിൽ വൈരാഗ്യം സൂക്ഷിച്ചാണ് പെരുമാറിയത്. അവനെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് തന്നെ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ്. അതും പ്രിൻസിപ്പലിന്റെ അനുവാദം ഇല്ലാതെയാണ് അങ്ങനെ ചെയ്തത്. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ബിനുവിനെതിരെയാണ് അമ്മ വിരൽ ചൂണ്ടുന്നത്. അയാൾ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മകനെ കണ്ടത് ഒരു ക്രിമിനലിനെ പോലെയാണ്. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ മാനസികമായി നല്ലവണ്ണം തളർത്തി. ഇത്രയും കൊടും ക്രൂരത ചെയ്യാൻ അവൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അതുകൊണ്ട് നിങ്ങൾ കാരണമാണ് എൻ്റെ മകൻ ഭൂമിയിൽ ഇല്ലാത്തത്. നിങ്ങളെപ്പോലെ നീച മനസ്സുള്ളവരോട് മൈൻഡ് ചെയ്യാതെ ഇരിക്കാനാണ് അവൻ നമ്മെ വിട്ടുപോയത്. എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനോട് ഇങ്ങനെ ക്രൂരത കാണിച്ചത്? ഇങ്ങനെയാണോ കുട്ടികളെ നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കുന്നത്? അമ്മ ആ കത്തിൽ കുറിച്ചിട്ടുണ്ട്.